നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് കുറച്ചു കാലം മുൻപ് വരെ ഒരു ലോകത്തുള്ള സകല യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നത് ഞാനാണ്, എനിക്ക് നൊബേൽ സമ്മാനം തന്നേ തീരൂ, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഞാൻ മധ്യസ്ഥത വഹിച്ചു, അവരെ ട്രേഡ് ഡീലിൻ്റെ പേര് പറഞ്ഞ്, വ്യാപാര കരാറിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഭാരതത്തെ കൊണ്ട് ആ യുദ്ധം ഞാൻ അവസാനിപ്പിച്ചത് തുടങ്ങിയ നിരവധി അവകാശവാദങ്ങൾ പൊള്ളയായി ഉന്നയിച്ച് നാട് നീളം നടന്നിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ്റെ മേൽ ഇസ്രായേലും ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്കയും ആക്രമണം തുടങ്ങിയതിന് ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു നില എന്നുള്ളത് അനുദിനം കൂടുതൽ കൂടുതൽ പരിങ്ങലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇറാനിയൻ ഖമനേയി ഘടകം സന്തോഷിക്കേണ്ട, അതിനുള്ള അവർക്കുള്ള വാർത്ത തൊട്ടുപുറകെ വരുന്നുണ്ട്, അക്കാര്യത്തിലേക്ക് വരാം ഞാൻ. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നില സ്വന്തം നാട്ടിൽ കൂടുതൽ കൂടുതൽ പരിങ്ങലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം എങ്ങനെയും വിജയിച്ചേ പറ്റുകയുള്ളൂ തുടങ്ങിയത് കൊണ്ട്. കാരണം ഒരു ദിവസം ഏതാണ്ട് $2 ബില്യൺ അമേരിക്കയ്ക്ക് ചിലവ് ഇറാനെ ആക്രമിക്കുവാൻ. അത്രയും ചിലവേറിയ ഒരു യുദ്ധം അമേരിക്ക നയിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നയിക്കുകയാണെന്ന് പറയുവാൻ സാധിക്കില്ല, കാരണം ഈ യുദ്ധം തുടങ്ങിയതും നയിക്കുന്നതും ഇസ്രായേൽ തന്നെയാണ്, അവസാനിപ്പിക്കുന്നത് ആത്യന്തികമായി അവർ തന്നെയായിരിക്കും. താൽക്കാലിക വിരാമം ചിലപ്പോൾ ഉടനെ ഉണ്ടായേക്കാമെങ്കിലും അതൊരു സാധ്യത മാത്രമാണ്, ഉറപ്പൊന്നുമില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ $2 ബില്യൺ അനുദിനം ചിലവാക്കി എന്തിനിത്ര ചിലവേറിയൊരു യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കണം, അതുകൊണ്ടുള്ള ഗുണമെന്താണ്, അമേരിക്കയ്ക്കുള്ള ഗുണമെന്താണ് എന്നുള്ള ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ കൃത്യമായൊരു ഉത്തരം നൽകുവാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിൻവാങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുവാൻ ഇടനിലക്കാരനാകുവാൻ വേണ്ടി നരേന്ദ്രമോദിയെ പലതവണ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ഫോണിൽ. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നൊരു കാര്യം, മുൻപ് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഈ ലേറ്റ് നൈറ്റ് ഷോസ്, ഒരു കുറച്ച് ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടി ലോകത്തെ വാർത്തകൾ മുഴുവൻ ഒരു വിശകലനം ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കൊമേഡിയനുണ്ട്. ലേറ്റ് നൈറ്റ് കൊമേഡിയൻസ് എന്നും അവരെ വിളിക്കാറുണ്ട്, ലേറ്റ് നൈറ്റ് ഷോ ഹോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഡേവിഡ് ലെറ്റർമാൻ മുതൽ നിരവധി ആളുകൾ, ഇവിടെ ജിമ്മി ഫാലൻ വരെയുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ലേറ്റ് നൈറ്റ് ഷോ ഹോസ്റ്റുകൾ അമേരിക്കയിലുണ്ട്. അത്തരക്കാർ മുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നരേന്ദ്രമോദിക്കുള്ള ഫോൺ വിളിയാണ്. അവർ പറയുന്ന, അവർ പലപ്പോഴും ഡെമോക്രാറ്റ് പാർട്ടിയോട് അനുഭാവമുള്ളവരാണ്, അതായത് ട്രംപിൻ്റെ എതിരാളികളോട് അനുഭാവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് മാൻ എന്നും ഫാൻഡ ഈ ഓറഞ്ച് കളറിലുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലമുടിയെ പരിഹസിച്ച് വിളിക്കുന്നതാണ്. ഓറഞ്ച് മാനും ഫാൻഡ എന്നുമൊക്കെ മാറി മാറി വിളിക്കുന്ന അവർ വിളിക്കുന്ന ഈ വ്യക്തി നിരവധി തവണ നരേന്ദ്രമോദിയെ മുൻപ് ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴൊന്നും നരേന്ദ്രമോദി ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തിരുന്നില്ല. ഇപ്പോഴുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ട്രംപിൻ്റെ ഫോൺ നരേന്ദ്രമോദി എടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു പരിഹാസമുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥയുമുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ നിരവധി ട്രംപ് ഉന്നയിച്ചതിനെ തുടർന്ന് നരേന്ദ്രമോദി ഏതാണ്ട് അമേരിക്കയുമായി, അത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആശയവിനിമയം തന്നെ പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. ട്രംപ് പലതവണ നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം നരേന്ദ്രമോദി ഒഴിവാക്കി വിടുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ലോകം മുഴുവൻ അറിയുകയും തദ്വാര ഉണ്ടായ നാണക്കേടിൽ നിന്ന് പലപ്പോഴും ട്രംപ് കോപാകുലനായി, ഞാൻ 50% താരിഫ് ചുമത്തും, 100% താരിഫ് ചുമത്തും, 300% താരിഫ് ചുമത്തും. ഭാരതം വളരെ ശാന്തമായി തന്നെ അതിനെയെല്ലാം നേരിട്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം കടന്നുപോയി. പ്രതിസന്ധി ഒന്നും ഭാരതത്തിൽ ഒരു വ്യക്തിയെപ്പോലും ബാധിക്കാത്ത രീതിയിൽ, ഒരു ഭാരതീയ പൗരനെ പോലും ബാധിക്കാത്ത രീതിയിൽ ഭാരതം ഈ പ്രതിസന്ധിയെല്ലാം കടന്നു പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ മധ്യസ്ഥതയ്ക്ക് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി മധ്യസ്ഥത വഹിച്ചാൽ മാത്രമേ ഈ യുദ്ധം തീരുകയുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപും ഇറാനിൽ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുസ്തഫ ഖമനേയിയുടെ ഭാരതത്തിലെ പ്രതിനിധിയും ഒരേ സ്വരത്തിൽ പറയുന്നത്? ഇറാൻ്റെ പ്രതിനിധിയും അങ്ങനെ തന്നെ പറയുന്നു, അമേരിക്കൻ രാഷ്ട്രപതിയും അങ്ങനെ തന്നെ പറയുന്നു, അമേരിക്കൻ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഡെമോക്രാറ്റുകളോട് ചായ്വുള്ള, അതായത് ഡെമോക്രാറ്റിക് കക്ഷിയോട് ചായ്വുള്ള മാധ്യമങ്ങൾക്ക് അവരുടെ ഭാരത വിരോധം എന്ന് പറയുന്നത് ഒരു പരിധികളുമില്ലാത്ത, അതിർത്തികളില്ലാത്ത
ഭാരതീയ വിരോധമാണ്. അങ്ങനെയുള്ള അവരാണിപ്പോൾ ഭാരതത്തെ പുകഴ്ത്തുന്നത്. അത് ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ ഇകഴ്ത്തുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഭാരതത്തിനൊരു സകാരാത്മകമായി പ്രതിച്ഛായ അമേരിക്കക്കാരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ ഇടയിൽ സൃഷ്ടിക്കുന്നുണ്ട്, ലോക രാഷ്ട്രങ്ങളുടെ ഇടയിലും രാഷ്ട്ര നേതാക്കളുടെ ഇടയിലും ഭാരതത്തിനൊരു സകാരാത്മകമായ പ്രതിച്ഛായ ഉരുവായി വരുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ആദ്യ ഭരണകാലഘട്ടം മുതൽ 2014 മുതൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ പരിപൂർണമായി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ മാറുക എന്നൊരു പ്രക്രിയ നാം കണ്ടു തുടങ്ങിയതാണ്. അതിൻ്റെ ഏറ്റവും ഒരു ഉച്ചഘട്ടമാണോ ഇപ്പോൾ എന്ന് സംശയിക്കുന്ന തരത്തിൽ. ഉച്ചഘട്ടമല്ല, കാരണം ഇനിയുമേറെ ദൂരം പോകാനുണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ മനോഭാവം. അങ്ങനെ ഇരിക്കെ തന്നെ ഈ ട്രംപും ഇറാനിയൻ പ്രതിനിധികളും ഒരുപോലെ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ ഒരു മധ്യസ്ഥത്തിന് ചുക്കാൻ പിടിക്കാൻ വിളിക്കുന്നു, ആ ഒരു ക്ഷണം എന്തുകൊണ്ട് ഇരുകൂട്ടരും ഒരേപോലെ വെച്ച് നീട്ടുന്നു എന്നുള്ളിടത്താണ് ഭാരതത്തിൻ്റെ ആധുനിക നയതന്ത്രത്തിൻ്റെ വിജയം കൂടുതൽ വ്യക്തമാകുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ആ വിഷയം സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം ഒരു പ്രത്യേക സംഭവത്തെ അടിസ്ഥാനമാക്കി. അത് ആ വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം. ഡൊണാൾഡ് ട്രംപിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മധ്യപൂർവേഷ്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായും ഖത്തറുമായി ഉൾപ്പെടെ, ഖത്തറുമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഒരു സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും സൗദിയുമായിട്ടോ UAEയുമായിട്ടോ ഉള്ളത്ര ഊഷ്മളമായൊരു ബന്ധമല്ല ഭാരതത്തിന് ഖത്തറുമായിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ തലയിടൽ തുടങ്ങിയ ഖത്തറിൻ്റെ ചില നടപടികൾ കാരണമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഖത്തറും ഒരു സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിലാണ് ഭാരതത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ച് ഭാരതവും അങ്ങനെ തന്നെ. അതോടൊപ്പം തന്നെ ഈ ഗൾഫ് മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു പരമ്പരാഗത ശത്രുവായി കാണേണ്ട ഇസ്രായേലുമായിട്ട് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ഭാരതം പുലർത്തുന്നു. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇറാനുമായിട്ടും വളരെ ഊഷ്മളമായിട്ടുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഭാരതം ഞങ്ങളുടെ സുഹൃത്താണ്. പാകിസ്ഥാനെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ മുസ്തഫ ഖംനയുടെ പ്രതിനിധി പറയുന്നത് പാകിസ്ഥാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ സംബന്ധിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നീക്കുപോക്കോ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നവർ അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരിച്ച് ഭാരതത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എല്ലാവരും ഭാരതത്തിൻ്റെ സുഹൃത്തുക്കളാണ്. പരസ്പരം ശത്രുക്കളായിട്ടുള്ളവർ പോലും ഇറാനും ഇസ്രായേലും ഭാരതത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ഇറാനും അമേരിക്കയും ഭാരതത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അമേരിക്ക, ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യമല്ല പറയുന്നത്. കാരണം അമേരിക്കയുമായിട്ട് മിലിറ്ററി ഡേറ്റ ഷെയറിങ്ങിൻ്റെ കരാർ വരെയുണ്ട്. ഒരു പൊതുശത്രുക്കളെ സംബന്ധിച്ചുള്ള സൈനികമായിട്ടുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുവാനുള്ളൊരു കരാർ വരെ ഭാരതത്തിനുണ്ട്. അത്തരത്തിലുള്ളൊരവസരത്തിലാണ് ഇറാനുമായിട്ടും അമേരിക്ക തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായ ഇറാനുമായിട്ടും ഭാരതം സൗഹൃദം പുലർത്തുന്നത്. ഇത് ലോകം കണ്ടിട്ടില്ലാത്തൊരു നയതന്ത്രമാണ്, ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു നയതന്ത്രമാണ്. ഈ സമദൂര സിദ്ധാന്തം തുടങ്ങിയ ഒരു വഴുവഴുപ്പൻ നയമല്ലിത്. വളരെ ശക്തമായ പ്രഥമ പരിഗണന ഭാരതത്തിന് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്രമാണിത്. അതും ഒരു രാജ്യത്തെയും ആക്രമിക്കാതെ, ഒരു രാജ്യത്തിനോടും ഒപ്പം യുദ്ധത്തിൽ നിൽക്കാതെ, ഒരു രാജ്യത്തിനുമെതിരെ യുദ്ധത്തിൽ നിൽക്കാതെ കൊണ്ടുപോകുന്ന ഈ നയതന്ത്രത്തിൻ്റെ ഒരു ബാലൻസിങ് ആക്ട് ഉണ്ടല്ലോ, ഇതിനെ സമതുലിതമായി കൊണ്ടുപോകുക എന്നുള്ള ഒരു കഴിവ്, അത് ലോക നേതാക്കൾ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഈ ഒരു കഴിവിനെ സംബന്ധിച്ച് അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ട്രംപിൻ്റെ ഈ ഒരു കെഞ്ചൽ. എങ്ങനെയെങ്കിലും ഇടപെട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുവാൻ സഹായിക്കൂ. കാരണം ട്രംപിനിപ്പോൾ അടിയന്തരമായി അമേരിക്കയിലെ മിഡ് ടേം ഇലക്ഷൻസിന് നവംബർ 3-ാം തീയതി 2026 നവംബർ 3-ാം തീയതി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ തിരിച്ചടിയാകുവാതിരിക്കാൻ വേണ്ടി ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഒന്നുകിൽ പിൻവാങ്ങുക അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള വിജയം നേടുക. പരിപൂർണമായിട്ടുള്ള വിജയം ഉടനടി സാധ്യമല്ല, കാരണം അതിന് കരയുദ്ധം വേണ്ടിവരും. കരയുദ്ധത്തിന് അമേരിക്കൻ സൈനികർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അല്ല ഇറാനിലുള്ളത്, അല്ലെങ്കിൽ അത്ര തന്ത്രപരമായിട്ടുള്ളൊരു വിന്യാസം നാറ്റോയുടെ ഉൾപ്പെടെയുള്ള കക്ഷികളുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ടി വരും. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ നാറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുമെന്നുള്ളൊരു പ്രഖ്യാപനവും ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അമേരിക്കയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ അഭിസംബോധനയിൽ ഏതാണ്ട് നാറ്റോയിൽ നിന്നുള്ള പിൻവാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എല്ലാം കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം തെളിഞ്ഞു വരും. അതിനിടയിലാണ് ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു പുനർജീവനത്തിനായി ട്രംപിൻ്റെ ശ്രമം. ഭാരതവും അമേരിക്കയുമായി നിലനിൽക്കുന്ന ബന്ധത്തിൻ്റെ, ട്രംപും മോദിയുമായിട്ട് നിലനിന്നിരുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു ഊഷ്മള ബന്ധത്തിൻ്റെ പുനർജീവനത്തിനായി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള തീവ്ര ശ്രമങ്ങൾ ഉണ്ടാകുന്നത്.
അത് കാണിക്കുന്നത് ഭാരതത്തിൻ്റെ വിജയം മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ഇറങ്ങി വരലാണ്. ഒരു അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ ഒരു മേൽത്തട്ടിൽ കയറിയിരുന്ന് ഞാനാണ് ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്, ഞാനാണ് സ്വതന്ത്ര ലോകത്തിൻ്റെ അനിഷേധ്യ തലവൻ എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അണ്ണാ ഒന്ന് സഹായിക്കുമോ എന്നുള്ളൊരവസ്ഥയിലേക്ക് അമേരിക്കൻ രാഷ്ട്രപതി എത്തപ്പെട്ടിരിക്കുന്നു. അത് ഭാരതത്തിൻ്റെ തന്നെ വിജയമാണ്. അതും നരേന്ദ്രമോദിയുടെ തന്നെ ഒരു വിജയമാണ്. വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചതല്ല, ഇതിൻ്റെ ഒരു വിശകലനം, ഇതിൻ്റെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെച്ചതാണ്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റുകളിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അത് വിമർശനമാണെങ്കിലും ശരി, യോജിക്കലാണെങ്കിലും ശരി. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞു വരും. അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളുമായും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.